ഡോക്ടർ ജയതി മേനോൻ, ഞാൻ നേരത്തെ ചോദിച്ച പോലെ ഈ ഡോക്ടർമാർ ട്രെയിൻഡ് ആണോ? കാരണം ഇത്തരം കേസസുകൾ വരുമ്പോൾ നേരത്തെ കൃത്യമായിട്ട് ഇദ്ദേഹം പറഞ്ഞു കാര്യങ്ങളൊക്കെ, പക്ഷേ ട്രെയിൻഡ് ആയിട്ടുള്ള ഡോക്ടർമാർക്കല്ലേ ഇത് പെട്ടെന്ന് കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ, പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ക്രൈസിസ് സിറ്റുവേഷൻ വരുമ്പോൾ. പാമ്പ് കടി ചികിത്സിക്കാൻ അങ്ങനെ പ്രത്യേകിച്ച് വലിയ ട്രെയിനിങ്ങിന്റെ ആവശ്യമില്ല. ഇത് മുമ്പ് കണ്ട് ചികിത്സിച്ച ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മുടെ ഗ്രേറ്റസ്റ്റ് ടീച്ചേഴ്സ്. ഇപ്പൊ ഇതിൽ ഈ പറഞ്ഞ മുമ്പ് ഈ ഫസ്റ്റ് ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് പറഞ്ഞ രണ്ട് സിംറ്റംസ് നോക്കേണ്ട കാര്യമുള്ളൂ. കണ്ണ് അടഞ്ഞു പോകണ്ടോ, വീക്ക്നെസ് ആയിട്ട് തോന്നുന്നുണ്ടോ ഇല്ലയോ, അത് ന്യൂറോ പാരാലിസിന്റെ ഒരു ലക്ഷണവും. ബ്ലീഡിങ് വല്ലോടത്തിന് ഉണ്ടെങ്കിൽ അത് ബ്ലീഡിങ് ദാറ്റ് ഇസ് വൈബ്രേറ്റ് ബൈറ്റിന്റെ ഒരു ലക്ഷണം. ഇതിന്റെ ചികിത്സയായിട്ട് ഏത് പാമ്പാണെങ്കിലും ഒരേ ഒരു ചികിത്സയുള്ളൂ, ദിലീപ് പറഞ്ഞ പോലെ പോളിവലന്റ് ആന്റി സ്നേക് വെനം. ഇപ്പൊ എന്താണ് പ്രശ്നം ഇത് ചെയ്യാനായിട്ട്? ഇസ് ദാറ്റ് ഇത് ഒരു ഹോർസ് പ്രോട്ടീൻ ആണ്. ഹോർസ് പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിന് അതൊരു ഫോറിൻ പ്രോട്ടീൻ ആയതിനാൽ ചിലർക്ക് ഒരു 25 മുതൽ 33-35% വ്യക്തികൾക്ക് അലർജി റിയാക്ഷൻസ് ഉണ്ടാവും. അലർജി പല രീതിയിൽ ഉണ്ടാവാം. ചിലർക്ക് സാധാരണ ഒരു ചൊറിച്ചിലോ ഒരു ശരീരത്തിൽ ഒരു തടിപ്പായിട്ട് വരികയോ, ചിലർക്ക് BP കുറയോ അല്ലെങ്കിൽ പെട്ടെന്ന് കൂടാം, ഹാർട്ട് ബീറ്റ് പെട്ടെന്ന് കൂടി അല്ലെങ്കിൽ കുറയാം. അങ്ങേയറ്റത്തെ ശ്വാസകോശ സംബന്ധമായി ഒരു ശ്വാസമുട്ട് പോലെ ഉണ്ടാവുകയും വളരെ സീരിയസ് ഒരു എനഫിലാക്സിസിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട്. സത്യത്തിൽ ഇപ്പോഴത്തെ അവൈലബിൾ ആന്റി സ്നേക് വെനംസ്, ഇപ്പൊ നമ്മള് എനഫിലാക്സിസ് വളരെ അപൂർവമായിട്ടാണ് കാണാറ്. 30-35 വർഷം മുമ്പുള്ള പോലെയല്ല. പക്ഷെ അലർജി എപ്പോഴും നമ്മൾക്കൊരു ഭയമാണ്. ഈ ഡോക്ടർ ദിലീപ് ആൻസർ ചെയ്ത പോലെ തന്നെ 120-124 വർഷം പഴക്കമുള്ള ചികിത്സാ രീതിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 1890 ഫസ്റ്റ് ആന്റി സ്നേക് വെനം, ഫസ്റ്റ് ഈ റസൽസ് വൈപ്പർ എതിർക്കാനുള്ള ആന്റി സ്നേക് വെനം ഫസ്റ്റ് സിന്തസൈസ് ആയത്. ആ കാലത്തും വെനം എടുത്ത് നമ്മളൊരു ഹോർസിൽ നമ്മൾ കുത്തിവെക്കുകയും അതിന്റെ ബ്ലഡ് എടുത്ത് പ്യൂരിഫൈ ചെയ്തിട്ടാണ് നമ്മൾ ഈ ആന്റിവെനം സിന്തസൈസ് ചെയ്യേണ്ടത്. ഇത് ഒരു ഹോർസ് പ്രോട്ടീൻ ആയതിനാൽ ഒരു അലർജി റിയാക്ഷന്റെ സാധ്യത വളരെ അധികമാണ്. പക്ഷെ ഇത് പറഞ്ഞാലും ചികിത്സിക്കാതെ ഇരുന്നാൽ, പ്രത്യേകിച്ച് എലാപ്പിഡ് മൂർക്കനോ അല്ലെങ്കിൽ ശംഖുവര്യൻ കടിയേറ്റ വന്ന വ്യക്തിയിലാണെങ്കിൽ റെസ്പിറേറ്ററി പാരാലിസിസിലേക്ക് പോയി കഴിഞ്ഞാൽ നിമിഷങ്ങളേ ഉള്ളൂ നമ്മുടെ കയ്യിൽ. ആ സമയത്ത് നമ്മൾ വല്ല ട്രാൻസ്പോർട്ടിയോ അല്ലെങ്കിൽ ആംബുലൻസിലാണെങ്കിൽ ആംബുലൻസിന് അതിന് വേണ്ട രീതിയിലുള്ള സജ്ജീകരണങ്ങൾ ഇല്ലെങ്കിൽ പേഷ്യന്റ് ഡ്യൂറിങ് ട്രാൻസിറ്റ് മരിക്കാനാണ് സാധ്യത. ഇപ്പൊ ഇതിന് ട്രെയിനിങ് തീർച്ചയായിട്ടും നമ്മൾ കൊടുക്കേണ്ടതാണ്. നമ്മുടെ കാലത്ത് ബേസിക് ലൈഫ് സപ്പോർട്ട് ഒരു എസെൻഷ്യൽ സ്കിൽ ആയിരുന്നില്ല. ഇപ്പൊ കഴിഞ്ഞ 5-6 വർഷമായിട്ട് എമർജൻസി മെഡിസിൻ ഒരു കോഴ്സായി വന്ന ശേഷം ഇപ്പൊ എല്ലാ MBBS ഡോക്ടേഴ്സ് ഹൗസ് സർജൻസിയുടെ കൂടെ ഒരു ബേസിക് ലൈഫ് സപ്പോർട്ട് സ്കിൽസ് വെച്ചാൽ ABC, എയർവേ, ബ്രീതിങ്, സർക്കുലേഷൻ, ഇത് നിലനിർത്താനുള്ള ഒരു ട്രെയിനിങ് കോഴ്സ് ഇവരെല്ലാം ബാധ്യസ്ഥരാണ് അത് കംപ്ലീറ്റ് ചെയ്യാൻ. ഒരു ഇൻക്യുബേറ്റ് ചെയ്യാൻ, ദാറ്റ് ഇസ് റെസ്പിറേറ്ററി പാരാലിസിസിലേക്ക് ഒരു വ്യക്തി എത്തിപ്പെടുകയാണെങ്കിൽ ആ ഒരു ഓക്സിജൻ സാച്ചുറേഷൻ ഒരു 85%, 90% നിലനിർത്താനുള്ള ഒരു കഴിവ് നമ്മൾക്ക് എല്ലാവർക്കും വേണം. അതല്ലാതെ നമ്മൾക്ക് ഇത് നേരിടാൻ സാധിക്കില്ല. അപ്പൊ ഓവർ ടൈം ഇപ്പൊ ഇതൊരു കരിക്കുലത്തിന്റെ ഭാഗമായിട്ട് വന്ന സ്ഥിതിക്ക് ഒരു പക്ഷെ ഭാവിയിലേക്ക് കുറെയൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവാം. നമ്മൾ ഈ കഴിഞ്ഞ അരമണിക്കൂറായിട്ട് ഡിസ്കസ് ചെയ്ത എല്ലാ കാരണത്താലാണ് ഈ സ്നേക് ബൈറ്റ് ഈ ഒരു അവസ്ഥയിൽ ഇരിക്കുന്നത്. നെഗ്ലക്റ്റഡ് ട്രോപ്പിക്കൽ ഡിസീസ്. വേൾഡ് പോപ്പുലേഷൻ ശരാശരി 8 ബില്യൺ. അതിനൊരു 5 ബില്യൺ വ്യക്തികൾ സ്നേക് ഹ്യൂമൻ കോൺഫ്ലിക്റ്റിന്റെ സാധ്യതയുള്ള പ്രദേശങ്ങളാണ് അവർ താമസിക്കുന്നത്. അപ്പൊ പാമ്പ് കടി നമ്മളിപ്പോ നമ്മുടെ നാഷണൽ ഫിഗേഴ്സ് ആയിട്ട് നോക്കുകയാണെങ്കിൽ 18,000 പേര് 13 ജില്ലാ തലത്തിൽ നമ്മൾ നോക്കിയപ്പം 70% വ്യക്തികൾ ആണുങ്ങളും 20-65 വയസ്സിന്റെ ഇടയ്ക്കായിട്ട് യൂഷ്വലി ദ സോൾ ബ്രെഡ് വിന്നേഴ്സ് എന്ന് വെച്ചാൽ ആ വീട്ടിൽ ഒരേ ഒരാള് എർണിംഗ് മെമ്പർ ആയിട്ടുള്ള വ്യക്തി മരിക്കുമ്പം ഇതിന്റെ സോഷ്യോ ഇക്കോണമിക് കോൺസിക്വൻസസ് പാമ്പ് കടി ഒരു മരണമല്ല, ഒരു ഫാമിലി മൊത്തം ബാധിക്കപ്പെടുന്നു. അതല്ലാതെ നാഷണൽ ഫിഗേഴ്സിന് നമ്മൾ മനസ്സിലാക്കിയത് 53% വ്യക്തികൾ ബിലോ ദ പോവർട്ടി ലൈൻ ആണ്. അപ്പൊ ചികിത്സ ഫലപ്രദമാക്കാനായിട്ട് ഒന്ന് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റൽ, നമ്മളിപ്പോ ഈ ഹാർട്ട് അറ്റാക്ക് സ്ട്രോക്സിൽ പറയുന്ന അതേ രീതിയിൽ ഗോൾഡൻ അവർ 1 മണിക്കൂറിൽ എത്തിച്ചാലേ നമുക്ക് വ്യക്തിയെ 100% ഉറപ്പിച്ച് ചികിത്സിക്കാൻ കഴിയും. ദാറ്റ് ഇസ് 100% നമുക്ക് ഉറപ്പോട് പറയാം
മോർട്ടാലിറ്റി ഇല്ലാതിരിക്കും. അതിന് കാരണം ഇതാണ്, ആന്റി സ്നേക്ക് വെനം ന്യൂട്രലൈസ് ചെയ്യുന്നത് ഈ സർക്കുലേഷനിൽ ഉള്ള വെനം മാത്രമാണ്. വെനം പോയി ഓൾറെഡി ടിഷ്യൂല് ബൈൻഡ് ചെയ്താൽ, ഇപ്പൊ തലച്ചോറാവട്ടെ, ഹാർട്ട് ആവട്ടെ, ലങ്സോ കിഡ്നിയില് ഈ വെനത്തിന്റെ അംശങ്ങൾ പോയി ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആന്റി സ്നേക്ക് വെനം കൊടുത്താലും അതിന് ഒരു ഇഫക്റ്റ് ഉണ്ടാവില്ല. രക്തത്തിൽ ഒഴുകി കെട്ടിയിരിക്കുന്ന അംശം മാത്രമേ നമുക്ക് ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റൂ. അപ്പൊ ഈ സർക്കുലേഷനിൽ വെനം ശരീരത്തിലേക്ക് ഉള്ളിൽ കയറാനും ഓർഗൻസിലേക്ക് ബൈൻഡ് ചെയ്യാൻ അധികം നേരം സാധാരണ ആവശ്യം വരാറില്ല. 1 മുതൽ 2 മണിക്കൂറാണ് സാധാരണ വരാറ്. അപ്പൊ അത് ഒന്നെങ്കിൽ നമ്മൾ തടുക്കുക, അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ചികിത്സിക്കുക. 1 മണിക്കൂറിന്റെ ഉള്ളിൽ ആന്റി സ്നേക്ക് വെനം നമുക്ക് ഇഞ്ചെക്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ തീർച്ചയായിട്ടും ഡെത്ത് റേറ്റ് നമുക്ക് തീർച്ചയായിട്ടും കുറയ്ക്കാൻ പറ്റും. അനിൽ നമ്പ്യാർ, ഇതായിരുന്നു ഉദ്ദേശ ആൻസർ? അതെ 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 അതെ.